ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ, ഓഹരി വിപണിയിൽ കണത്തിടുവോ? ഈശ്വര, അതിന് ഭരതമാമയ്ക്ക് ഷെയർ വല്ലതും ഉണ്ടോ? എനിക്ക് ഷെയർ ഒന്നുമില്ല. എന്നാലും എല്ലാം കൂടി ഇങ്ങനെ ഇടിഞ്ഞു വീഴുമ്പോഴേ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ ഭാര്യയെ തിരികെ കൊണ്ടുവന്ന് അതേ കാമുകനോടൊപ്പം കല്യാണം നടത്തി കൊടുത്ത് ഭർത്താവ് മാതൃകയായിന്ന്. ചായ. സന്തോഷായി മോളെ. പുതുപ്പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചായ കുടിക്കണമെന്ന് മാമനത് ഇപ്പൊ ആലോചിച്ചല്ലോ. ഭരതമാമ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നേ? നീയായിരുന്നോ? നീ എന്തിനൊരു ചായ കൊണ്ടുവന്നേ? ജലജമായി പറഞ്ഞിട്ട്. അതല്ല, ഞാനേ അമൃതമോളുടെ കൈ കൊണ്ട് ചായ കുടിക്കാൻ ആഗ്രഹിച്ച. നിങ്ങളുടെ ആഗ്രഹം നടന്നത് തന്നെ. അതെന്താടി? അമൃതമോളെ ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല. ജലജേച്ചി അവളെ വിളിച്ചുണർത്താൻ പോയിട്ടേ ഉള്ളൂ. അയ്യോ, അത് കൊള്ളാലോ. അമൃതമോൾ ഇനി എഴുന്നേറ്റില്ല. എടാ എന്റെ ശ്രീനാഥേ, ഇതൊന്നും അത്ര നല്ല ശീലമല്ല. എടാ, കുടുംബത്തെ പ്രധാന പെണ്ണുങ്ങള് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കണം. ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അവളാണോ? ആണോ? അപ്പൊ ഇനി ഒട്ടും ശരിയാവില്ല. ഇങ്ങനെ തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് വന്നാൽ ഒട്ടും ശരിയാവില്ല. അതെങ്ങനെയാ? വലിയ കുടുംബത്തിലെ കൊച്ചല്ലേ, അവിടുത്തെ രീതികളൊക്കെ ചിലപ്പോ ഇങ്ങനെയായിരിക്കും. അതൊക്കെ നമ്മുടെ അമ്പിളി മോള്. ഇങ്ങോട്ട് നോക്കിയേ, പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിലവിളക്കൊന്ന് കത്തിച്ചാലേ ഈശ്വര അവൾക്കൊരു സമാധാനാവൂ. കണ്ണിന്റെ മുന്നിലുള്ള മാണിക്യത്തിന്റെ വില അറിയാതെ മുക്കുവണ്ടത്തിന്റെ പുറകെ പോയവരുടെ കാര്യം എന്ത് പറയാനാ? സാവിത്രിയമ്മ എന്തായി പറയുന്നേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അതെ ഭരതമാമ. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേക്കുന്ന ഭരതമാമയുടെ മോളില്ലേ അമ്പിളി? അതെ, അവളവിടെ സുഖായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അല്ല, അത് പിന്നെ ഇന്നലെ കല്യാണത്തിന്റെ തിരക്കായിരുന്നല്ലേ, അതിന്റെ ക്ഷീണം ഉണ്ടാവില്ലേ? കല്യാണം കൂടാൻ വന്നവർക്ക് ക്ഷീണാവാം, പക്ഷെ കല്യാണ പെണ്ണിന് ക്ഷീണം പാടില്ലല്ലേ? അല്ല, ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാ അതിന്റേതായ ചില കാര്യങ്ങളല്ലേ മാളു? സാവിത്രി അമ്മായി, അമൃതേച്ചി ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഈ വീടും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ രീതികളും ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോരാൻ ചേച്ചിക്ക് നമ്മൾ കുറച്ച് സമയം കൊടുക്കണ്ടേ? അവളും അവളൊരു ചേച്ചി. എന്താ എന്റെ പൊന്ന് സാവിത്രി, ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? നിങ്ങൾ എന്തു പറഞ്ഞു? എന്റെ സാവിത്രി, അവൾക്ക് തോന്നുമ്പം അവൾ എണീക്കട്ടെ. ഒരു ജോലിയും ചെയ്യണ്ട. അവസാനം അവളെ കൊണ്ട് ചേച്ചിക്ക് മടുക്കണം. മനസ്സിലായോ? അമൃതയ്ക്ക് ഈ വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടാവരുത്. ഒടുവിൽ ജീവിതം എടുത്ത് ശ്രീനാഥ് കെട്ടിയ താലിയും പൊട്ടിച്ചെറിഞ്ഞ് അവള് വീട്ടിൽ നിന്നിറങ്ങിപ്പോണം.